അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും. നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും. മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, അവിടുന്ന് എൻ്റെ സംരക്ഷകയും മധ്യസ്ഥയുമാണല്ലോ. എന്നെ നിന്റെ ഉള്ളം കൈയിൽ കാത്തു പരിപാലിക്കുന്നതിനും സ്വസ്ഥമായ പുതിയൊരു ദിനത്തിലേക്ക് ഉണർത്തിയതിനും 1000 നന്ദി ഞാൻ പറയുന്നു. ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അമ്മ വേദനിക്കുന്നവരുടെ ആശ്വാസവും നിസ്സഹായരുടെ സഹായവും ദുർബലരുടെ ബലവും അത്ഭുതങ്ങളുടെ നാഥയുമാണല്ലോ. ദൈവമാതാവേ, അത്ഭുതങ്ങളുടെ അമ്മയായ അവിടുന്ന് ഞാൻ സമർപ്പിക്കുന്ന ഈ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തരുവാൻ അവിടുന്ന് ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഈ പ്രാർത്ഥന അമ്മയുടെ അത്ഭുത ശക്തി പ്രകടമാക്കുന്നതിനായി അവിടുന്ന് വിനിയോഗിക്കണമേ. എൻ്റെ യാതനകൾ കേൾക്കുകയും ദൈവഹിതമനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ. അസാധ്യമായ കാര്യങ്ങളുടെ അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിനും എനിക്ക് ഇന്നോളം ചെയ്തു തന്ന എണ്ണമറ്റ കൃപകൾക്കും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും അങ്ങയോട് നന്ദി പറയുന്നു. അമ്മയുടെ സംരക്ഷണത്തിൽ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അഭയവും ആരോഗ്യവും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമെല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, പാപികളായ ഞങ്ങൾക്കെന്നും അനുഭവവേദ്യമാകുവാൻ ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായവനെ, ഞങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങളെ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ സാമീപ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന ചിന്ത എന്നെ ഭരിച്ചപ്പോൾ ഞാൻ ഓടി അണഞ്ഞത് അവിടുത്തെ സന്നിധിയിലായിരുന്നു. അവിടെ ഞാൻ അങ്ങയെ കണ്ടു. എനിക്കായി തുടിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ ഈശോയെ നിന്റെ സ്വന്തമാക്കുവാൻ എനിക്കും നിനക്കുമിടയിൽ
പ്രതിബന്ധമായി നിൽക്കുന്ന എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങളെ, എല്ലാ ദുഷ്ടതകളെയും പ്രതിബന്ധങ്ങളെയും നീ തകർക്കണമേ. ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. എൻ്റെ അമ്മയായ, എൻ്റെ സഹായമായ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് സംരക്ഷണമായ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങളാക്കി എന്നെ അവിടുത്തെ സ്വന്തമായി ഉപയോഗിക്കണമേ. പാപികളുടെ അഭയമായ മാതാവേ, ഞങ്ങളുടെ തെറ്റുകൾക്കും ബലഹീനതകൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി മാനസാന്തരത്തിന്റെ കൃപയും ഞങ്ങളെ ചുറ്റിവരിഞ്ഞുള്ള പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ശക്തിയും എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ അമ്മയുടെ ഒരത്ഭുതം നടക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അവിടുന്ന് നടത്തിത്തരുമെന്ന് ഞാൻ അമ്മയിലും ഈശോയിലും പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തരുവാൻ അവിടുന്ന് എൻ്റെ ഈ നിയോഗം നിറവേറ്റി തരുവാൻ പ്രാപ്തയാണെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന ഈ ആവശ്യത്തെ അവിടുന്ന് സ്വീകരിക്കണമേ. നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കാം. എൻ്റെ അമ്മേ മാതാവേ, അമ്മയോട് ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ആവശ്യത്തിൽ ഉടൻ ഉത്തരം ലഭിക്കുമെന്നുള്ള അമ്മയുടെ വാഗ്ദാനം ഞാൻ പൂർണ്ണമായും കർത്താവിൽ അർപ്പിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും നിസ്സാരയായ എനിക്ക് വേണ്ടി ദൈവത്തിരുമുൻപാകെ മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞാൻ അപേക്ഷിച്ച കാര്യം അമ്മയുടെ കയ്യിൽ ഭദ്രമാണല്ലോ. ആരും കാണാതെയുള്ള എൻ്റെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അമ്മ എനിക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ അറിയുന്നു. ഒരത്ഭുതം തീർച്ചയായും എന്നെ തേടി വരുമെന്ന് ഞാൻ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, മനസ്സുരുകി ചോദിച്ച കാര്യം എനിക്കിന്ന് സാധിച്ചു തരുമല്ലോ. എൻ്റെ ഈ പ്രശ്നത്തിൽ അമ്മയുടെ അത്ഭുതം സംഭവിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസം എനിക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും ഹൃദയത്തിന്റെ പരിവർത്തനത്തിനായി നിരന്തരം ഞങ്ങളെ തന്നെ തിരുത്തുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് ഏവർക്കും അമ്മ നൽകണമേ. ദൈവമാതാവേ, എൻ്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയെ മാതൃസ്നേഹത്തോടെ സ്വീകരിക്കുകയും അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് കൊടുത്തേൽപ്പിക്കുകയും ചെയ്യണമേ. ഞാൻ വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കുന്ന അമ്മയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും എൻ്റെതായതെല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയെ സ്വാഗതം ചെയ്യുന്നു. കരുണയുള്ള നിന്റെ ഹൃദയം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നീറുന്ന മുറിവുകളെല്ലാം അകറ്റി ഞങ്ങളിൽ ആശ്വാസം നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷയും ശരണവുമായ അമ്മേ, ദിവ്യഹൃദയത്തിന്റെ നാഥേ, ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾക്കെന്നും ശക്തി കേന്ദ്രം. ദൈവപിതാവേ, ഈ ജീവിതം തന്നെ അങ്ങയുടെ ദാനമാണല്ലോ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിന്റെ അൾത്താരയിൽ അങ്ങേ ആരാധിക്കുവാൻ
ഞങ്ങളെ സഹായിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ മറിയമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തേണമേ. അങ്ങനെ എല്ലായ്പ്പോഴും അമ്മയുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങൾ പ്രാപ്തരാകട്ടെ. ഞങ്ങളുടെ വിലാപങ്ങൾ സ്തോത്രഗീതങ്ങളായി പരിണമിക്കട്ടെ. അങ്ങേ ഓർമ്മയിൽ എന്നുമെന്നും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അമ്മേ മാതാവേ, എന്നെ വെറുക്കുന്നവരോടും എന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവരോടും ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള കരുത്ത് നൽകണമേ. എന്നെ ആരും മനസ്സിലാക്കാത്തപ്പോൾ ഈശോയെ, ദൈവമാതാവേ, നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും മോചിപ്പിക്കണമേ. എല്ലാം പൊറുക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നോളം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതുമായ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ അമ്മയുടെ അത്ഭുതങ്ങളുടെ കൃപാവാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. കരയുമ്പോഴും സങ്കടങ്ങൾ എണ്ണി എണ്ണി അമ്മയുടെ മുൻപിൽ നിരത്തുമ്പോഴും ഒരിക്കലും ഞങ്ങൾ തളർന്നു വീഴുവാൻ അമ്മ അനുവദിക്കില്ല. ഇനിയുള്ള ജീവിതം അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ വിലയേറിയ തിരിച്ചോരയാൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധ കുരിശിനാൽ മുദ്രണം ചെയ്യണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണ്ണമായും വിശുദ്ധീകരിച്ച് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.